ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്റർ ആണ് ബേസിക് സയൻസിന്റെ പഠിക്കണേ. ലോഹങ്ങളും അലോഹങ്ങളും എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ 15 ദിവസത്തെ ക്ലാസ്സിലെ ബേസിക് സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നുള്ളത് കേട്ടോ. പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടീച്ചർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അത് മാത്രമേ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. കാരണം നിങ്ങളുടെ ഓരോ സമയം ചെറിയ ചെറിയ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണെന്ന് ടീച്ചർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ലോഹങ്ങളെ കുറിച്ചാ പറയണേ. അപ്പൊ ലോഹങ്ങളുടെ പൊതുവായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകളെ കുറിച്ചാ പറയണേ. അങ്ങനെയുള്ള ഒരു ലോഹത്തിന്റെ സ്വഭാവ സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. മക്കളെ, മാലിയബിലിറ്റി എന്താ? മാലിയബിലിറ്റി ലോഹങ്ങളെ പൊതുവെ അടിച്ചു പരത്തി തകിടുകളാക്കി മാറ്റാൻ പറ്റും. അപ്പൊ ലോഹം അടിച്ചു പരത്തി തകിടുകളാക്കി മാറ്റാൻ പറ്റുന്ന ലോഹത്തിന്റെ അത്തരം സവിശേഷതയെ നമുക്ക് എന്ത് പറയാം? മാലിയബിലിറ്റി എന്ന് പറയാം കേട്ടോ. എന്താ പറയണ്ടേ? മാലിയബിലിറ്റി. ഇപ്പൊ കണ്ടില്ലേ, നമ്മളിപ്പോ ഈ തകിട് രൂപത്തിലാക്കിയിട്ടല്ലേ ഗുളികയൊക്കെ അവിടെ കവർ ചെയ്ത് വെച്ചേക്കണ അല്ലെ. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. സ്വർണം. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? സ്വർണ്ണാണ് ഏറ്റവും കൂടിയത്. ഇനി അടുത്തൊരു സവിശേഷതയാണ് ഡക്റ്റിലിറ്റി പറയണേ. എന്താ ഡക്റ്റിലിറ്റി? ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാൻ പറ്റും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡക്റ്റിലിറ്റി എന്ന് വിളിക്കും. ഏതൊക്കെ ലോഹങ്ങൾക്കാ? സ്വർണം, ചെമ്പ് മുതലായ ലോഹങ്ങളെയാണ് നേർത്ത കമ്പികളാക്കി മാറ്റാൻ പറ്റും. മറ്റുള്ളവരൊന്നും മാറ്റാൻ പറ്റില്ല എന്നല്ല. ഡക്റ്റിലിറ്റി കൂടിയ വളരെ കൂടിയ ലോഹങ്ങളാണ് സ്വർണവും പ്ലാറ്റിനവും എന്നും കൂടി ഓർത്തു വയ്ക്കുക. സ്വർണത്തിനും പ്ലാറ്റിനത്തിനും എന്ത് കൂടുതലാണ്? ഡക്റ്റിലിറ്റി കൂടുതലാണ്. സ്വർണവും പ്ലാറ്റിനവും ചെമ്പും അങ്ങനെ പല ലോഹങ്ങളെയും നമുക്ക് എന്താക്കാം? കമ്പികളാക്കാം. അതിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയണേ. ക്ലിയർ ആയില്ലേ? അടുത്തത് എന്താണ്? വൈദ്യുത ചാലകത അഥവാ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയും അല്ലെ. എന്താണ് ഇവിടെ പറയണത്? ലോഹങ്ങള്, പൊതുവെ ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നവയാണ്. പൊതുവെ ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നവയാണ്. എന്നാൽ എല്ലാ ലോഹങ്ങളും ഒരുപോലെയല്ല വൈദ്യുതി കടത്തിവിടണേ. എല്ലാ ലോഹങ്ങളും ഒരുപോലെയല്ല വൈദ്യുതി കടത്തിവിടണേ. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവിനെയാണ് വൈദ്യുത ചാലകത എന്ന് വിളിക്കണേ. അപ്പൊ എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. എന്നാൽ ലോഹങ്ങളുടെ വൈദ്യുത ചാലകത വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കണം. അതായത് ഒരു ലോഹത്തിൽ നിന്ന് മറ്റൊരു ലോഹത്തിന് വ്യത്യാസമുണ്ട്. ലോഹങ്ങളിലെ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ്. വെള്ളി, പിന്നെ ചെമ്പ്, സ്വർണം, അലുമിനിയം അവയുടെ അങ്ങനെയൊക്കെ ഉള്ളതിന് എന്തുണ്ട്? വൈദ്യുത ചാലകത ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? അടുത്തത് തെർമൽ കണ്ടക്ടിവിറ്റി അഥവാ താപചാലകതയാണ്. അപ്പൊ താപചാലകത എന്താ? നേരത്തെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണെങ്കിൽ ഇവിടെ താപം കടത്തിവിടാനുള്ള കഴിവാണ്. അപ്പൊ താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ താപചാലകത എന്ന് വിളിക്കുന്നു. ലോഹങ്ങളിൽ ഏറ്റവും താപചാലകം ഏതാണെന്നറിയാമോ? വെള്ളിയാണ്. താരതമ്യേന താപചാലകത കൂടിയവയാണ് അലുമിനിയവും ചെമ്പും ഒക്കെ കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത് ഇവിടെ പറയുന്നു ബോക്സില്, അലോഹമായ കാർബണിന്റെ 2 പ്രധാന രൂപാന്തരങ്ങളാണ് വജ്രവും ഗ്രാഫൈറ്റും. അപ്പൊ ലോഹങ്ങളെയും അലോഹങ്ങളെയും കുറിച്ചാ പറയണേ. അപ്പൊ അലോഹം കാർബൺ ഒരു അലോഹാണ് എന്ന് മനസ്സിലാക്കാം. അതിന്റെ പ്രധാന രൂപാന്തരങ്ങളാണ് വജ്രവും ഗ്രാഫൈറ്റും എന്ന് മനസ്സിലാക്കണം. വജ്രത്തിന്റെയും ഗ്രാഫൈറ്റിന്റെയും വിവിധ തരം ഉപയോഗങ്ങൾക്ക് കാരണം അവയുടെ സവിശേഷതകളാണ്. അതില് വജ്രത്തിന്റെ ഒരു സവിശേഷത എന്താണ്? താപചാലകത കൂടിയ പദാർത്ഥങ്ങളിൽ ഒന്നാണ് വജ്രം. ഗ്രാഫൈറ്റിന് ഉയർന്ന വൈദ്യുത ചാലകതയുണ്ട്. അതുകൊണ്ട് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡായി എന്തുപയോഗിക്കുന്നു? ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുമുണ്ട്. ഗ്ലാസ് മുറിക്കാൻ വജ്രം ഉപയോഗിക്കുന്നതിന്റെ കാരണം അതിന്റെ ഉയർന്ന കാഠിന്യമാണ്. വജ്രത്തിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള വ്യത്യാസമാണ് അവയുടെ തികച്ചും വ്യത്യസ്തമായ സവിശേഷതകളുടെ കാരണം. അതായത് രണ്ടും, ഒന്ന് വജ്രാണ്, ഒന്ന് എന്താണ്? കാർബൺ ആണ്. ഭയങ്കര വ്യത്യാസം അല്ല, ഈ വജ്രാണ്, അടുത്ത ഗ്രാഫൈറ്റ് ആണ്. വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 രൂപാന്തരങ്ങളാണ് അല്ലെ. അപ്പൊ പറയാണ് അവയുടെ വ്യത്യസ്ത സവിശേഷതകളാണ് അല്ലെ ഇങ്ങനെയുള്ള അവയുടെ രൂപാന്തരണത്തിന്റെ കാരണം എന്നാ പറയണേ. അടുത്തത് സൊണോരിറ്റി. എന്താ സൊണോരിറ്റി?
ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് തട്ടിയാൽ പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്കുള്ള കഴിവിനെ സൊണോരിറ്റി എന്ന് പറയുന്നു. ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോ എന്താണ്, ലോഹങ്ങൾക്ക് ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്, അതാണ് സൊണോറിറ്റി. അടുത്തത് എന്താണ്, ലോഹദ്യുതി. എന്താണ്, ലോഹത്തിന്റെ പ്രതലത്തിലുള്ള തിളക്കത്തെ നമ്മൾ ചിലപ്പോ കണ്ടിട്ടില്ല. ഇപ്പൊ ചിലപ്പോ ചെമ്പിന്റെ വസ്തുക്കൾ അല്ലെങ്കിൽ ഇരുമ്പൊക്കെ എടുക്കുമ്പോ ആകെ കറുത്തൊരു വൃത്തിയിലാണ്ടിരിക്കും. പക്ഷെ അതിന് നമ്മളിപ്പോ സാൻഡ് പേപ്പർ കൊണ്ടൊക്കെ ഉരച്ചു നോക്കിയാൽ നല്ല തിളങ്ങണ കാണാം അല്ലെ. അപ്പൊ ആ കഴിവിനെയാണ്, ലോഹങ്ങളുടെ പ്രതലത്തിലുള്ള ആ തിളക്കത്തിനെയാണ് ലോഹദ്യുതി എന്ന് വിളിക്കണേ. എന്താ വിളിക്കണേ, ലോഹദ്യുതി. ഇനി ഹാർഡ്നെസ് ഉണ്ട് ലോഹത്തിന്റെ. ഇതൊക്കെ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും പ്രത്യേകതകളെ പറയണേട്ടാ. ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ മൃദുലോഹങ്ങളാണ്. അപ്പൊ മൃദുലോഹങ്ങൾ ഏതൊക്കെയാ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. എന്നാൽ കാഠിന്യമുള്ള ധാരാളം ലോഹങ്ങളുണ്ട്. ലോഹങ്ങൾ പൊതുവെ എത്തുള്ളവയാണ്, കാഠിന്യമുള്ളവയാണ്. ലോഹങ്ങൾ പൊതുവെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നവയാണ്, ഉയർന്ന ദ്രവനിലയുള്ളവയാണ്. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലുള്ളതാണ് ലോഹങ്ങള്, കാഠിന്യമുള്ളതാണ് ലോഹങ്ങള്, ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഗാലിയം, സീസിയം എന്നിവ താഴ്ന്ന ദ്രവനിലയിലുള്ള ലോഹങ്ങളാണ്. അപ്പൊ ചോദിക്കും, ഏതിനൊക്കെയാ താഴ്ന്ന ദ്രവനില, മെൽറ്റിംഗ് പോയിന്റ് കുറവ് അല്ലെ? ഗാലിയത്തിനും സീസിയത്തിനുമാണ്. നമ്മുടെ ഉള്ളംകൈയിൽ വെച്ചാൽ വരെ ഗാലിയവും സീസിയവും ഉരുകുന്നതായിട്ട് കാണാം. അപ്പൊ ഉള്ളംകൈയിൽ വെക്കുമ്പോൾ ഉരുകുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്, ഗാലിയം, സീസിയം തുടങ്ങിയവയാണ് എന്ന് മനസ്സിലാക്കാം. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന തിളനിലയും കൂടിയുണ്ട്, ബോയിലിംഗ് പോയിന്റും കൂടുതലാണ്. എന്താ, ലോഹങ്ങൾക്ക് കേട്ടോ. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന സാന്ദ്രതയുമുണ്ട്, സാന്ദ്രത കൂടുതലാണ്. അപ്പോ എന്തിനാ ഇതൊക്കെ ടീച്ചർ ഇവിടെ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോട് ലോഹങ്ങളുടെ സവിശേഷതകൾ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോ സാന്ദ്രത പൊതുവെ ഉയർന്നതാണെങ്കിലും സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ പെട്ടതാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയവ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളോ. ക്ലിയർ ആയില്ലേ? ഇനി അലോഹങ്ങളുടെ പ്രത്യേകത പറയണേ. അലോഹങ്ങൾ കാഠിന്യം കുറവുള്ളതാണ്, സൊണാരിറ്റി പ്രകടിപ്പിക്കുന്നില്ല, താപചാലകങ്ങളല്ല. ഇതൊക്കെ അലോഹങ്ങളുടെ പ്രത്യേകതകളാണ് കേട്ടോ. അപ്പൊ ക്ലിയർ ആയില്ലേ അലോഹങ്ങളുടെ പ്രത്യേകത? അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ അധികം ഭാഗങ്ങള് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറെ ഭാഗങ്ങളാണ് ടീച്ചർ പറയുന്നത്. ഇനി അടുത്തത് ലോഹനാശനം എന്നാണ് ഉള്ള ഭാഗമാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായി മാറപ്പെടുന്നു. അതിനെ ലോഹനാശനം. ഇപ്പൊ ഇരുമ്പ് എന്താ പറയാ, നല്ല ഇരുമ്പാണി അല്ലെങ്കിൽ ഇരുമ്പിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് ആ ഈർപ്പം അത് വലിച്ചെടുത്ത് അത് തുരുമ്പ് പിടിക്കും അല്ലെ. അത് തന്നെയാണ് ഏറ്റവും നല്ല എക്സാമ്പിള്, ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രക്രിയ അല്ലെ. അതാണ് ലോഹനാശനം. അപ്പൊ ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനം ഏർപ്പെട്ട് സംയുക്തങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയെ ലോഹനാശനം എന്ന് വിളിക്കണു എന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മുടെ ലോഹനാശനവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വളരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. കുറച്ചധികം കാര്യങ്ങൾ മാത്രമേ ഇതിൽ പഠിക്കാണ്ടായിട്ടുള്ളൂ, അത്ര അധികം കുറെ കാര്യങ്ങളൊന്നും ഇതില് പഠിക്കാനുമില്ല. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള. ഇനി അവസാനം ഇങ്ങോട്ടൊരു കാര്യം കൊടുത്തിട്ടുണ്ട്, മനുഷ്യ ശരീരത്തിന്റെ ശരിയായ ആവശ്യത്തിന് ചില ലോഹങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ്. അത് ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, കൊബാൾട്ട്, സിങ്ക് തുടങ്ങിയവയാണ്. അതായത് സ്വതന്ത്ര ലോഹങ്ങളായ ഇവ ശരീരത്തിൽ കാണപ്പെടുന്നു. സ്വതന്ത്ര ലോഹങ്ങളായല്ല, ശ്വാസകോശങ്ങളിൽ നിന്ന് ശരീരകോശത്തിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ ഇരുമ്പിന്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ എന്ന്. അതായത് ഹീമോഗ്ലോബിനിൽ എന്താണ്, ഇരുമ്പിന്റെ സാന്നിധ്യം ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അത് മാത്രം ഒന്ന് ഓർത്തു വെക്കുക. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ കാൽസ്യം ആണ് എന്ന് ഓർത്തു വെക്കുക. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നതിന് പുറമെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും എന്താവശ്യമാണ്, കാൽസ്യം സഹായിക്കുന്നു. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ശരീരത്തിന് സ്വയം നിർമ്മിക്കാനാവാത്തതിനാൽ ഈ ലോഹങ്ങളെല്ലാം ഭക്ഷണത്തിലൂടെ വേണ്ട അളവിൽ നമുക്ക് കിട്ടുകയും വേണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താ പറയുന്നത്, ഇരുമ്പ് കൊണ്ടുള്ളത് നമ്മൾ നേരത്തെ തുരുമ്പ്
തുരുമ്പിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു കാര്യം കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ തുരുമ്പിക്കുമ്പോൾ അവയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന തുരുമ്പ് പാളികളായി ഇളകിപ്പോകുന്നു. കാലക്രമേണ ഇത്തരം വസ്തുക്കൾ പൂർണ്ണമായി നശിക്കുന്നു. എന്നാൽ അലുമിനിയവും കോപ്പറും അന്തരീക്ഷ വായുമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇരുമ്പിനെ പോലെ പൂർണ്ണമായും അവ നശിക്കുന്നില്ല. അലുമിനിയത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന അലുമിനിയം ഓക്സൈഡ്, കോപ്പറിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ക്ലാവ് അല്ലെങ്കിൽ ബേസിക് കോപ്പർ കാർബണേറ്റ്. ഇതൊന്ന് പഠിക്കുക. ക്ലാവ് രാസപരമായി എന്താണ്? ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ്. അലുമിനിയം ഓക്സൈഡ്, അലുമിനിയത്തിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്നതാണ് അലുമിനിയം ഓക്സൈഡ്. എന്നിവ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ ആവരണമായി വർത്തിക്കുന്നു. അതുകൊണ്ട് തുടർന്നുള്ള നാശനത്തിൽ നിന്നും ഇവ സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഇരുമ്പിന്റെ ഉപരിതലത്തിൽ തുരുമ്പ് ഒരു ആവരണമായി ഉണ്ടെങ്കിലും അതിന്റെ സൂക്ഷ്മ സുഷിരങ്ങൾ, തുരുമ്പിന് സൂക്ഷ്മ സുഷിരങ്ങൾ ഉള്ളതിനാൽ ലോഹം വീണ്ടും എന്താണ് അന്തരീക്ഷവുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരികയും അത് നശിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? ഇനി ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പേര് സൂചിപ്പിക്കുന്ന പോലെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതല്ല. കോപ്പർ, ടിന്ന് തുടങ്ങിയ അടങ്ങിയ ലോഹക്കൂട്ടുകൾ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ആറന്മുള കണ്ണാടി. പരമ്പരാഗതമായി നിർമ്മിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യ ലോഹക്കൂട്ടാണ് ആറന്മുള കണ്ണാടിയുടെ സവിശേഷത. ആറന്മുള കണ്ണാടിയുടെ സവിശേഷത അത് തന്നെയാണ്. അതായത് എന്താ കൂട്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതിൽ കോപ്പറും ടിന്നുണ്ടെന്ന് നമുക്ക് പറയാമെന്ന് മാത്രം. യന്ത്രത്തിന്റെ സഹായമില്ലാതെ കൈകൾ കൊണ്ട് നിർമ്മിക്കുന്നത് ആണ് എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. ലോഹങ്ങളെ ഗ്ലാസ് പോലെ മിനുസപ്പെടുത്തി എടുക്കുന്നത് കൊണ്ട് സാധാരണ കണ്ണാടി പോലെ ഇതിന് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ക്ലിയർ ആയിട്ട് വളരെ കുറച്ച് പോയിന്റ് അല്ലേ ടീച്ചർ എന്ന് പറഞ്ഞു? 10-12 പോയിന്റ് പറഞ്ഞിട്ടുണ്ടാവും. അതല്ലേ നിങ്ങൾക്കൊന്ന് ഓർക്കൊണ്ടു. നമ്മൾ ഈ ചാപ്റ്റർ മുഴുവൻ 1 മണിക്കൂർ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ടോപ്പിക്ക് കിട്ടുകയും ചെയ്തു, SCRT നിങ്ങൾ കവർ ചെയ്യുകയും ചെയ്തു. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും വരും കേട്ടോ.